അതുകൊണ്ട് ഈ കൊള്ളത്തിൽ ഈ തലേക്കൂടി അങ്ങ് ഒഴിക്കുക. കഠിനാധ്വാനം ചെയ്തുണ്ടാക്കിയ പാല് സൊസൈറ്റിക്കാരെടുക്കുവാൻ വിസമ്മതിക്കുന്നു എന്നും ഒരു യുവ കർഷകനായ തന്നെ തകർക്കുവാൻ അവർ ശ്രമിക്കുകയാണ് എന്നുമുള്ള ആക്ഷേപത്തോടുകൂടി പാല് മുഴുവനും തലയിലൊഴിച്ച് ഒരു യുവ കർഷകൻ പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഒരു പാൽ സൊസൈറ്റി തൻ്റെ പാല് നിരന്തരം ഗുണനിലവാരമില്ല എന്ന് പറഞ്ഞ് തിരിച്ചയക്കുന്നു എന്നുള്ളതാണ് ഈ ചെറുപ്പക്കാരൻ്റെ പരാതി. സമാനമായ പല സംഭവങ്ങളും നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ക്ഷീര കർഷകർ പലപ്പോഴും പാലിന് വേണ്ടത്ര വില ലഭിക്കുന്നില്ല എന്ന കാരണം പറഞ്ഞ് ലിറ്റർ കണക്കിന് പാല് നടുറോഡിൽ ഒഴുക്കി പ്രതിഷേധിക്കുന്ന കാഴ്ചകൾ അതൊക്കെ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. എന്നാൽ ഒരു ചെറുപ്പക്കാരൻ നീതി നിഷേധത്തിന്റെ പേരിൽ ഒറ്റയാൾ പോരാട്ടത്തിന് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. ആ വീഡിയോ ഇപ്പോൾ ഏറെക്കുറെ വൈറലായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അവകാശം താൻ ഒരു മാസം 60-ലധികം പശുക്കളെ കച്ചവടം ചെയ്യുന്ന വ്യക്തിയാണ്. എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി പാൽ സൊസൈറ്റിയിലെ ജീവനക്കാർ തൻ്റെ പാലിന് ക്വാളിറ്റി ഇല്ല എന്ന് പറഞ്ഞ് തിരിച്ചയക്കുകയാണ്. അതിൻ്റെ പിൻപിലുള്ള കാരണം തൻ്റെ വളർച്ചയിലുള്ള അസൂയ മാത്രമാണ് എന്ന് പറഞ്ഞിട്ടാണ് ഈ പാല് സ്വന്തം തലയിലേക്ക് തന്നെ ഒഴുക്കി പ്രതിഷേധിക്കുന്നത്. എന്തായാലും ആ വീഡിയോ മുഴുവനായി ഒന്ന് കാണാം. അദ്ദേഹത്തിൻ്റെ ചില പ്രസ്താവനകൾ കൂടി നമുക്കൊന്ന് കേൾക്കാം. അതുകൊണ്ട് ഈ കൊള്ളത്തിൽ ഈ തലേക്കൂടി അങ്ങ് ഒഴിക്കുക. ഈ സൊസൈറ്റിയിൽ പാലൊഴിക്കുന്ന വ്യക്തിയാണ് ഞാൻ. എന്റെ പാല് മാത്രം ഇവിടുത്തെ കുഴപ്പമെന്ന് പറയാണ്. ഇവിടെ ഇരിക്കുന്ന ഈ CPM പ്രവർത്തനായിട്ടുള്ള മഹേന്ദ്രൻ പിള്ള എന്ന് പറയുന്ന വ്യക്തിയും താര എന്ന് പറയുന്ന സ്ത്രീയും ഈ പറയുന്ന മിനി എന്ന് പറയുന്ന സ്ത്രീയും എന്റെ പാല് കൊണ്ടുവരുമ്പോ ആ പാല് എന്നും പ്രശ്നമാണ്. വേറൊന്നുമല്ല, ഞാൻ ഇവിടെ ഒരു മാസം 10-60 പശുക്കളെ വിൽക്കുന്ന ഒരു കർഷകരാണ്. ഞാൻ ഈ വിൽക്കുന്ന പശുക്കളുടെ അസൂയപ്പെട്ടാണ് എന്റെ പാല് മാത്രം ഈ സൊസൈറ്റി എടുക്കത്തില്ല. ഞാൻ ഒഴിക്കുന്ന പാല് കുഴപ്പം, എന്റെ ഒഴിക്കുന്ന പാല് വേറൊരാളുടെ പേരിലോട്ട് ഒഴിക്കല് എന്ത് പ്രശ്നമാണ്? ഞാൻ എവിടെ പാല് ഒഴിക്കേണ്ടത് നിങ്ങൾ പറഞ്ഞാൽ. അതുകൊണ്ട് ഈ കൊള്ളത്തിൽ ഈ പാല് തലേക്കൂടി അങ്ങ് ഒഴിക്കുക. തലേക്കൂടി ഞാൻ ഒഴിക്കുക. അത്ര വിഷമമുണ്ട് എനിക്ക്. കാരണം ഞാൻ കഷ്ടപ്പെടുകയാണ്. എന്നെ ദ്രോഹിക്കുകയാണ്. ഈ പരവൂര് നെടുങ്ങോല കൂനേൽ സൊസൈറ്റി എന്നറിയപ്പെടുന്ന ഈ സൊസൈറ്റിയിൽ നടക്കുന്ന കള്ളത്തരങ്ങള് മഹേന്ദ്രൻ പിള്ള എന്ന് പറയുന്ന വ്യക്തിക്ക് ഇവിടെ SNF ഇല്ല, റീഡിംഗ് ഇല്ല, ഒന്നുമില്ല. ഞങ്ങളുടെ പാലിന് മാത്രം രാവിലെ കൊണ്ടുവരുന്ന പാലിനെല്ലാം വിലയുണ്ട്. ഞങ്ങൾ 7 മണിക്ക് കൊണ്ടുവരുന്ന പാലിന് വിലയില്ല. എന്തോ വേണം? നിങ്ങൾ തന്നെ പറ. ഞാൻ ഈ വെളുപ്പാകാലത്ത് ഈ 10-27 വയസ്സുള്ള ഞാൻ ഈ കറന്നുകൊണ്ടിരുന്ന പാലിന് എന്താ കുഴപ്പം? ഒരു സംഘടിതമായിട്ട് എന്നെ തകർക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ മാത്രമാണ് പ്രവർത്തിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്. 10-22 ലിറ്റർ പാല് 1-2 വർഷം 6 വർഷമായിട്ട് ഒഴിക്കുകയാണ്, കഷ്ടപ്പെട്ട് ഒഴിക്കുകയാണ്. എന്റെ പാല് മാത്രം കുഴപ്പം. മഹേന്ദ്രൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് പാല് കുഴപ്പമില്ല. നിങ്ങൾ ഈ വീട് മാക്സിമം ഷെയർ ചെയ്യുക. യഥാർത്ഥ ഈ സൊസൈറ്റിയിൽ പാല് ഒഴിക്കുന്ന ഇവർക്ക് അധികാരമുണ്ട്. യഥാർത്ഥത്തിൽ ഒരു വ്യക്തികൾക്ക് ഇവരെടുത്ത ജീവനക്കാർ ഇവർക്ക് ഒരു സ്വാതന്ത്ര്യമില്ല. ഈ സൊസൈറ്റി പാലൊഴിക്കുന്ന ഒരു ഇതുമില്ല. പാലൊഴിക്കരുതെന്ന് പറയാനായിട്ട് ആദ്യം തന്നെ ഇവിടെ എടുത്തു പറയേണ്ട കാര്യം ഈ യുവാവിനെ ഒന്ന് അഭിനന്ദിക്കണം എന്നുള്ളതാണ്. കാരണം നമ്മുടെ നാട്ടിലുള്ള പല ചെറുപ്പക്കാരും ഈ കാലത്ത് ചെയ്യാൻ മടിക്കുന്ന ഒരു കാര്യമാണ് അദ്ദേഹം ചെയ്യുന്നത്. ഒരു പശുവിനെ തന്നെ വളർത്തുക എന്ന് പറയുന്ന കാര്യം എത്ര ബുദ്ധിമുട്ടുള്ളതാണ്. അങ്ങനെയുള്ളപ്പോൾ ഒട്ടനവധി പശുക്കളെ വളർത്തുകയും പശുക്കളുടെ കച്ചവടം നടത്തുകയും ആ പശുക്കളെ കൃത്യമായി പരിപാലിച്ച് അതിൻ്റെ പാൽ കറന്നത് സൊസൈറ്റിയിൽ എത്തിക്കുക എന്നൊക്കെയുള്ളത് അത് നിസ്സാരമായൊരു കാര്യമല്ല. അത് കഠിനാധ്വാനം ചെയ്യാൻ മനസ്സുള്ളവർക്ക് മാത്രം കഴിയുന്നൊരു കാര്യമാണ്. അത്തരമൊരു പ്രവൃത്തിയിലേക്ക് ഒരു ചെറുപ്പക്കാരൻ ഇറങ്ങുമ്പോൾ അതിനെ പ്രശംസിച്ചേ മതിയാവുകയുള്ളൂ. അതിന് ആവശ്യമായ പിന്തുണ സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിൽ നിന്നും ലഭിക്കേണ്ടതാണ്. പുതിയ തലമുറ ടെക്നോളജികളുടെയും സ്മാർട്ട് വർക്കുകളുടെയും ഒക്കെ പിന്നാലെ ഓടുമ്പോൾ പരമ്പരാഗതമായ കാർഷിക രീതി അത് കൈവിടാതെ അതുമായി മുൻപോട്ട് പോകുവാൻ ചെറിയ പ്രായത്തിൽ തന്നെ അയാൾ തയ്യാറായി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ അഭിനന്ദിച്ചേ മതിയാവുകയുള്ളൂ. പക്ഷേ ഇവിടെ നടന്ന ഈ പ്രതിഷേധം അതിൻ്റെ പിൻപിൽ മറ്റു ചില കാര്യങ്ങൾ കൂടി നാം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഒരു മനുഷ്യൻ തൻ്റെ കഠിനാധ്വാനത്തിൻ്റെ ഫലം പൊതുസമൂഹത്തിൻ്റെ മുൻപിൽ വെച്ച് പരസ്യമായി നശിപ്പിക്കുവാൻ തയ്യാറാകുമ്പോൾ അതിൻ്റെ പിൻപിൽ തീർത്താൽ തീരാത്ത ദേഷ്യമുണ്ടാകും, സങ്കടമുണ്ടാവും, വേദനയുണ്ടാവും. അതുകൊണ്ട് തന്നെ കണ്ടു നിൽക്കുന്ന നമുക്കും വേദനയാണ്. എന്നാൽ ഒരു യുവ കർഷകൻ എന്ന നിലയിൽ പ്രതിഷേധിക്കാൻ ഇതിലും മെച്ചപ്പെട്ട വഴികളില്ലായിരുന്നോ എന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട്. പ്രധാനമായും പാൽ സൊസൈറ്റിക്കാർ പാൽ ഒഴിവാക്കുവാനുള്ള കാരണം പാലിന് ഗുണമേന്മയില്ല അല്ലെങ്കിൽ പാലിന് കൊഴുപ്പില്ല എന്നുള്ള കാരണത്താലാണ്. പല സൊസൈറ്റികളും ഈ കൊഴുപ്പില്ലാത്ത പാല് അത് എടുക്കാതിരിക്കില്ല, പക്ഷേ വില അത് വളരെ കുറച്ച് മാത്രമേ കൊടുക്കാറുള്ളൂ. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ പാല് അവർ കുറ്റങ്ങളും കുറവുകളും പലതും ചൂണ്ടിക്കാട്ടി എടുക്കാൻ വിസമ്മതിക്കുന്നു, ഒഴിവാക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് യാഥാർത്ഥ്യമാണെങ്കിൽ ആ പ്രശ്നം പരിഹരിക്കുവാൻ എന്തെല്ലാം മാർഗങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്? അതൊക്കെ പരീക്ഷിച്ചിട്ടും പ്രയോജനം ഉണ്ടാകാതെ വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള ചില കഠിനമായ നടപടിക്രമങ്ങളിലേക്ക് പല ആൾക്കാരും ഇറങ്ങിത്തിരിക്കുന്നത്. എന്ത് നടപടിയാണ് ഇദ്ദേഹം ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ സ്വീകരിച്ചത് എന്നാണ് അറിയേണ്ടത്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് മറുവശത്ത് എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ല.
എന്നുവെച്ചാൽ എന്തുകൊണ്ടാണ് അവർ ഈ പാല് നിഷേധിക്കുന്നത്, ഇത് എടുക്കാതെ ഉപേക്ഷിക്കുവാൻ തയ്യാറാകുന്നത്, അല്ല അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും ഒരു തരത്തിലുള്ള വിവരവും ലഭിച്ചിട്ടില്ല. കാള പെറ്റു എന്ന് കേൾക്കുമ്പോൾ തന്നെ കയറെടുക്കുന്ന ഒരു കൂട്ടം സ്വഭാവക്കാർ ഈ വീഡിയോയുടെ അടിയിൽ വന്നിട്ട് കണ്ടമാനം തെറി വിളിക്കുന്നുണ്ട്. ആ പിൻപിൽ കാണുന്ന സ്ത്രീകളെയൊക്കെ കണക്കിന് ശകാരിക്കുന്നുണ്ട് കമന്റ് ബോക്സിൽ. എന്നാൽ അവരുടെ ഭാഗത്ത് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒരു വ്യക്തതയുമില്ല. ഇയാൾ കൊണ്ടുപോകുന്ന പാൽ എന്തുകൊണ്ടാണ് അവർ ഒഴിവാക്കുന്നത്? പാലിൽ ഇദ്ദേഹം വെള്ളം ചേർക്കുന്നു എന്നുള്ളതാണോ കംപ്ലൈന്റ്, അതോ പാലിന് മറ്റെന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ, കൊഴുപ്പ് കുറവാണോ? ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നിമിഷ നേരം കൊണ്ട് മനസ്സിലാക്കുവാൻ കഴിയുന്ന രീതിയിലുള്ള എല്ലാ സംവിധാനങ്ങളും ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. കൊള്ളൂല്ല എന്ന് പറയുന്ന ഈ പാല് പരിശോധിക്കുവാൻ വേണ്ടി ശാസ്ത്രീയമായ വഴികളുണ്ട്. അത് ഇന്നും ഇന്നലെയൊന്നും അല്ല വന്നത്, കാലങ്ങളായിട്ട് ആ സംവിധാനങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നിലവിലുള്ളതാണ്. സൊസൈറ്റിയിലെ മെഷീന്റെ റീഡിങ്ങിൽ വിശ്വാസമില്ല എങ്കിൽ അത് അപ്പോൾ തന്നെ ചോദ്യം ചെയ്യാനും മറ്റൊരു സ്ഥലത്ത് കൊണ്ട് പരിശോധിക്കുവാനുമുള്ള സംവിധാനങ്ങളുണ്ട്. അതൊക്കെ അദ്ദേഹത്തിന് സാധിക്കുമല്ലോ. അദ്ദേഹം ഇവിടെ പറയുന്നുണ്ട്, ഈ സൊസൈറ്റിയിൽ മീറ്റർ റീഡിംഗ് എടുക്കുവാനുള്ള സൗകര്യം പോലുമില്ല, വെറുതെ പാലം അളന്നെടുക്കുകയാണെന്ന്. അങ്ങനെ എടുക്കുവാൻ ഒരു മീറ്റർ പോലും ഇല്ലാത്ത സ്ഥലത്ത് എന്തടിസ്ഥാനത്തിലാണ് ആൾക്കാർ പാല് കൊണ്ട് കൊടുക്കുന്നത്? അവിടെ ഒരു മീറ്റർ റീഡിംഗ് എടുക്കുവാനുള്ള സംവിധാനങ്ങൾ ഇല്ല എങ്കിൽ പാലിന് കൊഴുപ്പില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ പാൽ ഒഴിവാക്കുവാൻ അവർക്ക് എങ്ങനെയാണ് സാധിക്കുക? ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയാത്ത എന്തോ പ്രശ്നങ്ങൾ ഇതിന്റെ പിൻപിലുണ്ട് എന്നുള്ളൊരു സംശയം ഉണ്ടാവുന്നുണ്ട്. സൊസൈറ്റിയുടെ ഭരണസമിതിയോട് കാര്യങ്ങൾ പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ അവരുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷീരവികസന വകുപ്പിനോട് പരാതിപ്പെടാം. അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യത്തിൽ ഇദ്ദേഹത്തിന് പാൽ പരിശോധിക്കുവാനും ഈ ഭരണസമിതിയുടെ മുൻപിൽ അത് തെളിയിക്കുവാനുമുള്ള അവസരങ്ങളുണ്ട്. അത് അദ്ദേഹം ചെയ്തോ ഇല്ലയോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഈ ചെറുപ്പക്കാരൻ തലയിൽ കൂടി പാൽ കമഴ്ത്തി ഈ പ്രതിഷേധം നടത്തുന്നതിന്റെ വിഷ്വൽ എല്ലാ ചാനലുകളും പുറത്തുവിട്ടിട്ടുണ്ട്. അവിടെയൊക്കെ വലിയ അളവിൽ പൊങ്കാലയും നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഒരു സംശയം ഇതാണ്, സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയെ പോലും കയ്യിൽ കിട്ടിയാൽ തടഞ്ഞു നിർത്തി തുരുതുരെ ക്വസ്റ്റ്യനുകൾ ചോദിച്ച് ആകെപ്പാടെ കുഴപ്പത്തിലാക്കുവാൻ നല്ല ആർജവമുള്ള ഈ ചാനലുകാരും തന്നെ എന്താണ് വാസ്തവത്തിൽ ഇവിടുത്തെ പ്രശ്നമെന്നും ഈ ചെറുപ്പക്കാരൻ പറയുന്നതിനപ്പുറത്ത് ഈ പാൽ സൊസൈറ്റിക്കാർക്ക് എന്താണ് അവരുടെ ഭാഗത്ത് നിന്നുകൊണ്ട് സംസാരിക്കാനുള്ളതൊന്നും ഒന്നും തന്നെ ചോദിക്കുന്നില്ല, ഒന്നും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. ഈ വീഡിയോ ക്ലിപ്പ് മാത്രം പ്രചരിപ്പിക്കുകയാണ്. അയാൾ ഈ പാല് തലയിലേക്ക് ഒഴിക്കുമ്പോൾ ഇയാളുടെ തൊട്ടു പിന്നിലിരിക്കുന്ന സ്ത്രീ എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ട്. അവരവിടുത്തെ ജോലിക്കാരിയാണ്. അവരെന്താണ് പറഞ്ഞത് എന്നുള്ളത് നമുക്ക് വ്യക്തമാകുന്നില്ല. പക്ഷേ ഈ വാർത്താ മാധ്യമങ്ങൾ അവരെ കൂടി കേൾക്കുവാൻ, അല്ലെങ്കിൽ അവരോടൊന്ന് സംസാരിക്കുവാനുള്ള ഒരു മാന്യത കാണിക്കണമായിരുന്നു. ഈ വീഡിയോയുടെ അവസാനത്തിൽ പാല് വേണ്ടെന്ന് പറയുവാൻ യഥാർത്ഥത്തിൽ അവർക്ക് അവകാശമുണ്ടോ എന്ന് ചോദിക്കുന്നത് പോലും കർഷകനോടാണ്. അതുപോലും ഈ സൊസൈറ്റിയിലെ ജീവനക്കാരോട് ഈ വാർത്താ ചാനലുകാർ ചോദിക്കാൻ തയ്യാറാകുന്നില്ല. അപ്പോൾ മറുഭാഗത്ത് നിൽക്കുന്നവരുടെ യാതൊരു അഭിപ്രായവും ശേഖരിക്കാതെ മുൻകൂട്ടി തയ്യാറാക്കപ്പെട്ട ഒരു പദ്ധതി അത് നടപ്പാക്കുവാൻ പോകുമ്പോൾ ചാനലുകാരെ വിളിക്കുന്നു, അവർ വരുന്നു, അത് കൃത്യമായി ഷൂട്ട് ചെയ്യുന്നു, ഉടൻ തന്നെ എയറിലേക്ക് വിടുന്നു, നിമിഷ നേരം കൊണ്ട് അത് വൈറലാവുകയും ചെയ്യുന്നു. തീർന്നില്ല, ഉടൻ തന്നെ ഇത് കണ്ടിട്ട് കഥയറിയാതെ ആട്ടം കാണുന്ന ഒരു കൂട്ടം ആൾക്കാർ കമന്റ് ബോക്സിൽ തെറിവിളികളുമായിട്ട് അങ്ങ് നിറയുകയാണ്. കുറഞ്ഞപക്ഷം അയാളോട് അവർക്കൊന്ന് ചോദിക്കാമായിരുന്നു, നിങ്ങളുടെ ഈ പാല് നിങ്ങൾ മറ്റെവിടെയെങ്കിലും കൊണ്ടുപോയി പരിശോധിച്ചിട്ടുണ്ടോ? ഇതിനു മുൻപ് എന്ത് തരത്തിലുള്ള നടപടികളാണ് ഇതിനോടുള്ള ബന്ധത്തിൽ നിങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്? 6 വർഷമായിട്ട് ഈ അവഗണന സഹിക്കുകയാണ് എന്ന് ഇയാൾ പറയുന്നുണ്ട്. 6 വർഷമായിട്ട് ഇത്രയും നെറുകേടുകൾ അവർ കാണിച്ചിട്ടും ഇതെല്ലാം സഹിച്ചുകൊണ്ട് ഇയാൾ ഇങ്ങനെ മുൻപോട്ട് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നോ? ഇതിനെതിരെ പ്രതികരിക്കുവാൻ എന്തെല്ലാം മാർഗങ്ങളുണ്ട്? നമ്മളൊക്കെയാണെങ്കിൽ 2 or 3 തവണ ഈ സൊസൈറ്റിക്കാരുടെ മുൻപിൽ നിന്നും ഇത്തരത്തിലുള്ള നെറികേടുകൾ കണ്ടാൽ പ്രശ്നമുണ്ടാക്കും, തീർച്ചയായിട്ടും നിയമ നടപടിയിലേക്ക് പോകും. ഇല്ല എങ്കിൽ അവർക്ക് പാല് കൊടുക്കില്ല, വേറെ എവിടെയെങ്കിലും കൊണ്ട് കൊടുക്കാൻ തയ്യാറാകും. പക്ഷേ ഈ ചെറുപ്പക്കാരൻ 6 വർഷമായിട്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അവിടുന്ന് സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും അയാൾ യാതൊരു നിയമ നടപടികളിലേക്കും പോകാതെ ഈ അവഗണനയെല്ലാം സഹിച്ചുകൊണ്ട് ഈ പാല് കൊടുക്കുകയും തിരിച്ചു കൊണ്ടുപോവുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതങ്ങനെ അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? 6 വർഷക്കാലമായി തുടർച്ചയായിട്ട് ഇത്രയും പശുക്കളെ വളർത്തുകയും 20 ലിറ്ററിലധികം പാലാണ് ഇപ്പോൾ അവിടെ ഒഴുക്കിക്കളയുന്നത്. ഇത്രയധികം പാല് കൊടുക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി ഇത്രയും ദീർഘവർഷങ്ങൾ ഈ പ്രശ്നങ്ങൾ സഹിച്ച് ഇങ്ങനെ മുൻപോട്ട് പോകുവാൻ തയ്യാറാകുമോ? ഈ ചോദ്യങ്ങൾ ചോദിക്കേണ്ട ആൾക്കാർ അവർ വീഡിയോ എടുക്കുവാനും അത് പ്രചരിപ്പിക്കുവാനുമുള്ള തിരക്കിലാണ്. അതുകൊണ്ട് എവിടെയാണ് ശരി എവിടെയാണ് തെറ്റ് എന്നറിയാതെ സംഗതി കണ്ടപാടെ വീഡിയോയുടെ കീഴിൽ പൊങ്കാലയുമായി ഒരു കൂട്ടം ആൾക്കാർ കൂടിയിരിക്കുകയാണ്. ഇവിടെ ആദ്യം തന്നെ പ്രതിക്കൂട്ടിൽ നിർത്തേണ്ടത് ഈ ചെറുപ്പക്കാരനെയുമല്ല, സൊസൈറ്റിയിലെ ജീവനക്കാരെയുമല്ല, ഈ വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുവാൻ പോയിരിക്കുന്ന അന്വേഷണാത്മക മാധ്യമ പ്രവർത്തനം നടത്തുന്നു എന്ന് അവകാശപ്പെടുന്ന മാധ്യമ ധർമ്മക്കാരന്മാരെയാണ്. ഈ കർഷകന്റെ ഭാഗത്ത് ന്യായമുണ്ടാവാം. ഒരുപക്ഷെ ഭരണസമിതിയിലെ ആരെങ്കിലും അയാളോട് വ്യക്തിവൈരാഗ്യം തീർക്കുവാൻ വേണ്ടി ഇമാതിരി നെറികേടുകൾ അയാളോട് കാണിക്കുന്നതായിരിക്കാം.
അല്ല എങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നം അവിടെ ഉണ്ടാവാം. ഇതൊന്നുമല്ല എങ്കിൽ വളർന്നു വരുന്ന ഒരു യുവ കർഷകന്റെ വളർച്ചയെ അസൂയാപൂർവ്വം, അയാൾ പറഞ്ഞതുപോലെ അസൂയാപൂർവ്വം നോക്കിക്കാണുകയും അയാളെ തകർക്കുവാനും വേണ്ടിയുള്ള ബോധപൂർവമായ പരിശ്രമമാവാൻ നടക്കുന്നത്. പക്ഷേ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് ഒരു ഭാഗം മാത്രമേ കേൾക്കുവാൻ കഴിയുന്നുള്ളൂ. എന്തായാലും പാല് തലയിലൊഴിച്ച് പ്രതിഷേധിക്കുന്നത് അത് വേണ്ട എന്നല്ല പറഞ്ഞു വരുന്നത്, അത് അവസാനത്തെ മാർഗമായി മാത്രമേ ചെയ്യാമായിരുന്നുള്ളൂ. സാധ്യമായ മറ്റു മാർഗങ്ങളെല്ലാം പരീക്ഷിച്ചിട്ടും അതിലെല്ലാം താൻ സത്യസന്ധനാണ് എന്ന് ബോധ്യപ്പെട്ടിട്ടും തന്നെ ഒഴിവാക്കുവാനും തൻ്റെ കഠിനാധ്വാനത്തെ അത് ഫലമില്ലാതെയാക്കി മാറ്റുവാനും അവർ ശ്രമിക്കുന്നത് കൊണ്ട് അവരോടുള്ള പ്രതിഷേധ സൂചകമായിട്ട് വേണമായിരുന്നു ഈ പാല് ഇങ്ങനെ തലയിലൊഴിക്കുകയോ അല്ലെങ്കിൽ വഴിയിലൊഴിച്ചോ പ്രതിഷേധിക്കേണ്ടിയിരുന്നത്. അത് അദ്ദേഹം ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് അയാളും പറയുന്നില്ല, സൊസൈറ്റിയിലുള്ള ആൾക്കാരും പറയുന്നില്ല. പരവൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ പ്രശ്നം നടക്കുന്നത്. ഈ സംഗതിയെക്കുറിച്ച് ആ നാട്ടുകാർ, ഈ വിഷയത്തെക്കുറിച്ച് അറിവുള്ളവരാരെങ്കിലും വന്ന് കമന്റ് ബോക്സിൽ എവിടെയെങ്കിലും ഒരു കമന്റ് അതിനെക്കുറിച്ച് രേഖപ്പെടുത്തുന്നതും കാണുവാൻ കഴിയുന്നില്ല. അങ്ങനെയുള്ളപ്പോൾ പ്രേക്ഷകർ എന്താണ് മനസ്സിലാക്കേണ്ടത്? 10-20 ലിറ്റർ പാലുണ്ട്. ഇത്രയും പാല് നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്നുള്ളതിനേക്കാൾ ഉപരി ഇത് വിലപ്പെട്ട ഒരു ഭക്ഷണമാണ്. ഇതങ്ങനെ നശിപ്പിച്ചത് ശരിയായില്ല എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. ഇതൊരു വലിയ വാർത്തയാകുവാൻ ഒരു പക്ഷേ സഹായിച്ചേക്കാം. പക്ഷേ ഇത് പ്രശ്നപരിഹാരത്തിന് എത്രത്തോളം സഹായിക്കും എന്നുള്ളത് സംശയമാണ്. ഈ വീഡിയോ കാണുന്ന തദ്ദേശവാസികളായിട്ടുള്ള ആൾക്കാർ, പ്രത്യേകിച്ച് ഈ ചെറുപ്പക്കാരൻ ഉൾപ്പെടെ ചേർന്നിട്ട് സൊസൈറ്റിയുടെ ഭാഗത്ത് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് അത് പൊതുസമൂഹത്തിനൊന്ന് ബോധ്യപ്പെടേണ്ടതിന് വ്യക്തമാക്കണമെന്നൊരു അഭ്യർത്ഥനയുണ്ട്. ഒരു സൊസൈറ്റിക്ക് ലാഭം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ പാൽ അത്യാവശ്യമാണ്. അങ്ങനെയുള്ളപ്പോൾ എന്തിനാണ് ഒരു കർഷകനെ മാത്രം അവർ ഒഴിവാക്കുന്നത് എന്നുള്ളതൊരു ചോദ്യമാണ്. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തണം. ക്ഷീര കർഷകർ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള സംരംഭകർ മുൻപോട്ട് വന്നെങ്കിൽ മാത്രമേ ഒരു സൊസൈറ്റിക്ക് ആ നാട്ടിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയുകയുള്ളൂ. ഒരു കാലത്ത് നമ്മുടെ നാട്ടിൽ വലിയൊരു കൂട്ടം ജനങ്ങളുടെ ഉപജീവന മാർഗം പശുവിനെ വളർത്തലും പാലുൽപാദനവും അതിൻ്റെ വിൽപ്പനയും ഒക്കെ ആയിരുന്നു. അന്ന് ഇതുപോലെയുള്ള സൊസൈറ്റികൾക്കൊക്കെ വലിയ വരുമാനവും ലഭിക്കുമായിരുന്നു. പക്ഷേ ഇന്ന് കഥ മാറി. പാൽ സൊസൈറ്റിയിലെ പല പാത്രങ്ങളും വറ്റി വരണ്ടുണങ്ങിയിരിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. കാരണം ക്ഷീരകർഷകർ ഓരോ ദിവസം കഴിയും തോറും കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മാക്സിമം ആൾക്കാരെ ഈ ഒരു മേഖലയിലേക്ക് എത്തിക്കുവാൻ വേണ്ടി വലിയ ബോധവൽക്കരണം ഇങ്ങനെയുള്ള സൊസൈറ്റികളുടെ ഭാഗത്തു നിന്നൊക്കെ നടക്കുന്നുണ്ട്. യുവാക്കളായ ധാരാളം ആൾക്കാർ ഫാം ഹൗസുകൾ തുടങ്ങുകയും അങ്ങനെ പാലുൽപാദനം നടത്തി സൊസൈറ്റികളിൽ എത്തിക്കുകയും ചെയ്യുന്ന സംവിധാനമൊക്കെ ഇപ്പോൾ നാട്ടിൽ പലയിടങ്ങളിലും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എങ്കിലും പരിമിതമാണ്. അത്തരം സാഹചര്യങ്ങളിൽ പല പാൽ സൊസൈറ്റികളും പൂട്ടിപ്പോകൽ ഭീഷണിയുടെ മുൻപിൽ നിൽക്കുകയാണ്. അവിടെ കർഷകന്റെ പാല് വേണ്ട എന്ന് പറഞ്ഞ് നിസ്സാര കാരണം ചൊല്ലി അയാളെ വിലക്കുമോ എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും പറയുന്നത്, ഈ പാല് ആവശ്യമായ ശാസ്ത്രീയ പരിശോധനകൾക്ക് വേണ്ടി കൊണ്ടുപോവുകയും ഈ പാലിനകത്ത് സൊസൈറ്റിക്കാർ പറയുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളില്ല എന്ന് ഉറപ്പാക്കുകയും ചെയ്യേണ്ടത് ഈ കർഷകന്റെ ഭാഗത്തെ ധാർമ്മികതയാണ്. അത്തരത്തിലുള്ള പരിശോധനകൾക്ക് ശേഷം ഇദ്ദേഹം കൊണ്ടുവരുന്ന പാല് ഗുണനിലവാരമുള്ളതാണ് എന്ന് ഉറപ്പാക്കപ്പെട്ടു കഴിഞ്ഞാൽ ഈ സൊസൈറ്റിയുടെ ഭരണസമിതിക്കെതിരെ നിയമപരമായിട്ടുള്ള നടപടിയും എടുക്കണം. എന്തായാലും കമന്റ് ബോക്സിൽ സൊസൈറ്റിയിലെ ജീവനക്കാർക്ക്, പ്രത്യേകിച്ച് ഈ വീഡിയോയുടെ പിൻപിൽ കാണുന്ന 2 സ്ത്രീകൾക്കെതിരെ വളരെ മോശമായ കമന്റുകൾ അങ്ങനെ പെരുകുകയാണ്. പൊങ്കാല നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ഭാഗം മാത്രം കണ്ടിട്ട് പൊങ്കാലയിടാൻ വരുന്ന സുഹൃത്തുക്കളോട് പ്രധാനമായിട്ടും പറയാനുള്ളത്, സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ കണ്ട് ആവേശഭരിതരാകുന്നതിന് മുൻപ് അതിൻ്റെ സാങ്കേതിക വശങ്ങൾ കൂടി ഒന്ന് മനസ്സിലാക്കാൻ തയ്യാറാകണം. കർഷകർക്ക് നീതി ലഭിക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പക്ഷേ നിയമപരമായ വഴികളിലൂടെയും ശാസ്ത്രീയമായ തെളിവുകളിലൂടെയും ആയിരിക്കണം ഇത്തരത്തിലുള്ള പോരാട്ടങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകുവാൻ. ഇനിയിപ്പോൾ അടുത്ത ദിവസം സൊസൈറ്റിയുടെ ഭാഗത്തു നിന്ന് ഒരു നടപടി ഉണ്ടാവുകയും ഈ പാല് ശാസ്ത്രീയ പരിശോധനകൾക്ക് വേണ്ടി അയക്കുകയും ഇതിനകത്ത് പ്രശ്നമുണ്ട് എന്ന് തെളിയുകയും ചെയ്യുകയാണെങ്കിലോ, ആ വാർത്ത പുറത്തു വരുമ്പോൾ ഈ കമന്റ് എഴുതിയ ആൾക്കാരാരായി? ശശിയായില്ലേ? അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, കാര്യങ്ങളുടെ ഇരുവശവും അറിഞ്ഞതിന് ശേഷം മാത്രമേ കഠിനമായ വാക്കുകളാലുള്ള അഭിപ്രായ പ്രകടനങ്ങൾക്കൊക്കെ മുതിരാവൂ. എന്തായാലും ദോഷം പറയരുതല്ലോ. ഇതിനിടയിലും കാര്യങ്ങളെ സമചിത്തതയോടുകൂടി നോക്കിക്കാണുകയും കൃത്യമായി പ്രതികരിക്കുകയും ചെയ്യുന്ന ചില ആൾക്കാരുടെ കമന്റുകളും കാണുവാൻ കഴിയുന്നുണ്ട്. അതിലെ 1-2 കമന്റുകൾ കൂടി വായിച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഒരാൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്, അങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ ടെസ്റ്റിന് അയക്കുവാൻ പിരിഞ്ഞ പാല് തിരിച്ചു തരണം എന്ന് പറയണം. എല്ലാവരുടെയും പാൽ ഒരുമിച്ച് ഒഴിക്കുമ്പോൾ എല്ലാ പാലും പിരിഞ്ഞു പോകേണ്ടതല്ലേ? ഇത് എന്തോ വ്യക്തിപരമായ കാരണങ്ങളാൽ ആണ്. ജീവിക്കാൻ വേണ്ടിയാണെങ്കിൽ 2 കൂട്ടരും ജോലിയല്ലേ എടുക്കുന്നത്? എന്തെങ്കിലും കാരണം കാണും. ബ്രോ, സമാധാനത്തോടെ പോലീസിൽ ഒരു പരാതി കൊടുക്ക്. ഇല്ലെങ്കിൽ കൺസ്യൂമർ കോടതി ഉണ്ടല്ലോ, ആ വഴിയും പോകൂ. മറ്റൊരാളുടെ കമന്റ് ഇങ്ങനെയാണ്, എൻ്റെ അമ്മയ്ക്കും ഇതേ അവസ്ഥ നേരിട്ടു, ബട്ട് നിയമപരമായി നേരിട്ടു വിത്ത് എവിഡൻസ്. അന്ന് റീഡിങ് കുറവാ എന്ന് പറഞ്ഞ് പാലിന് വില കുറച്ചു അവര്. ബട്ട് അമ്മ പാല് അന്നേ ദിവസം അവിടുത്തെ തന്നെ സ്റ്റാഫിനെ കൂടെ കൊണ്ടുപോയി മറ്റ് 2 സ്ഥലത്ത് റീഡിങ് നോക്കി. അതിനുശേഷം മണ്ണൂത്തിയിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തു. പാലിന് നല്ല റീഡിംഗ് ഉണ്ടായി. മാത്രമല്ല അവർ മീറ്ററിൽ അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ടിരിക്കുകയായിരുന്നു റീഡിംഗ് കുറച്ച് കാണിക്കുവാൻ. അതും പൊളിച്ച് കയ്യിൽ കൊടുത്തു. വർഷങ്ങൾക്ക് മുൻപാണ്.
ഇപ്പോൾ ഡീസൻ്റായി പോകുന്നു. അന്നതിനു വേണ്ടി ഇറങ്ങിയപ്പോൾ ആരും കൂടെ ഉണ്ടായില്ല, കർഷകർ പോലും. പക്ഷേ ഫൈനൽ റിസൾട്ട് വന്നപ്പോൾ എല്ലാവർക്കും സത്യം മനസ്സിലായി. അവർക്കും കൂടി അത് ഉപകാരമായി സത്യത്തിൽ. അപ്പോൾ ഇത്തരത്തിലുള്ള അനീതിയൊക്കെ അനുഭവിച്ചിട്ടുള്ള ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരൊക്കെ പോകേണ്ട വഴിയിൽ കൂടി പോയതുകൊണ്ട് അവർക്കും സമൂഹത്തിനും അത് ഗുണമായി മാറി. ഇത് തന്നെയാണ് ഇവിടെ ഈ ചെറുപ്പക്കാരനും ചെയ്യേണ്ടിയിരുന്നത്. അങ്ങനെ അയാൾ ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല. എന്തായാലും അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ വാർത്തകൾ പുറത്തു വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത്. മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം.